അപ്പോഴത്തെ കുഞ്ഞി ഇങ്ങനെ പ്രാക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുകയാണ്. കണ്ട് അവിടെ നിറച്ച് പ്രാവുകളാണ്. രാവിലെ പ്രാവുകൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. രണ്ട് ഇവിടെ ഉണ്ട്. എവിടെ നോക്കിയാലും പ്രാവുംകൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൾഫിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതുങ്ങളെ പിടിച്ച് തിന്നേനെ. ഇതാണ് എറണാകുളം ബോട്ടിയെട്ടി. അപ്പോൾ ബോട്ടിയെട്ടിയുടെ സൈഡിലാണ് നമ്മളുള്ളത്. ഇത് അവിടുത്തെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. അപ്പോഴത്തേ നമ്മൾ കുഞ്ഞിനെയായിട്ട് ഇവിടുന്ന് അങ്ങ് പോവുകയാണ്. കുഞ്ഞിനെയായിട്ടുള്ള യാത്രയാണ്. ഇനിയിപ്പം അപ്പുറത്തോട്ട് കടന്ന് ചെന്നിട്ട് നമുക്ക് അവിടം കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. പട്ടികളുള്ളതുകൊണ്ടാണ് നമുക്ക് പേടി. എന്താ പ്രാവുംകൂട്ടം നിൽക്കുന്നതുകൊണ്ടാ. അതിനെ പറത്തല്ല്. ഇനി വാ, ഇവിടെ കയറ്, മേളിൽ കയറ്, കയറ്. നടക്കാം. കണ്ടോ പ്രാവുംകൂട്ടം നിൽക്കുന്നതുകൊണ്ടാ. അടിപൊളിയല്ലേ? ആ കമ്പിയുടെ മുകളിലെല്ലാം ഉണ്ട് ആൾക്കാർ. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. കിടക്കുന്ന കിടപ്പ് കണ്ടോ മോനെ. സൗന്ദര്യമൊക്കെ കുറഞ്ഞു വാട്ടർ മെട്രോയുടെ. ഇതുകൊണ്ട് ഫുൾ സോളാർ പാനലൊക്കെ ആയിട്ട് അതിങ്ങനെ കൊച്ചി കായലിൽ കിടക്കുകയാണ്. ലോക്കൽ സർവീസ് ബോട്ടുകളൊക്കെ KSRTCയുടെ പോകുന്നുണ്ട്. KSRTC അല്ല, വാട്ടർ. കുഞ്ഞിക്ക് വെള്ളം കാണാൻ വേണ്ടിയിട്ട് പൊക്കി നോക്കി നിൽക്കുക. കൊള്ളാലോ. എന്നാൽ ചാടി കയറിക്കോ. ബാ കയറിക്കോ. കയറി മേളിൽ കയറി. കാണാൻ പറ്റുന്നില്ലേ? നീ വാ. കാണാൻ പറ്റുന്നില്ല, കാണിക്കാം. എൻ്റെ ദൈവമേ, അവള് കായൽ കാണാൻ വേണ്ടി ഈ ഒച്ച കേട്ടോണ്ടാണ്. വെള്ളം അടിക്കുന്ന ഒച്ച കേട്ടോണ്ട്. മെട്രോ കാണുവാണോ? ഇടി, അതാടി വാട്ടർ മെട്രോ. നിന്നെ കയറ്റിയല്ലാത്തതുകൊണ്ട് ഞാനും കയറുന്നില്ല. അവിടെ ഇരുന്നു ഇരിക്കും. ആഹാ, കുഞ്ഞ് വാട്ടർ മെട്രോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് അവിടെ ഇരി. ഇവിടെ വന്നിട്ട്. അതെനിക്കിഷ്ടമല്ല കേട്ടോ. വേറെ തിരുത്തിയായിരുന്നോണം. കയറ്. ഒയ്യോ, പെണ്ണിനെ എടുത്ത് കയറ്റണം. ഒയ്യോ. അപ്പോഴത്തേ കുഞ്ഞി കായലിലോട്ടൊക്കെ നോക്കി വാട്ടർ മെട്രോ ഒക്കെ കണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബോട്ടിയെട്ടിയിലാണ്. ആശാത്തി അവിടെ കിടന്ന് രാവിലെ കുറേ ഓടിയതിൻ്റെ ഒരു ക്ഷീണത്തിലിരിക്കുകയാണ്. ആശാത്തിയുടെ ഒരു സീൻ കണ്ട. അതൊക്കെ അങ്ങ് സുഖിച്ച് കൊച്ചി കയറിയപ്പോൾ അവളങ്ങ് സുഖിക്കുക. ഇല്ലേടി? അല്ലേ? സുഖിക്കുമല്ലേ? സുഖിച്ചോ. ചുമ്മാ കിടന്ന് കറക്കുന്നതാണേ. രാവിലെ നല്ല ഇതുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ഷിപ്പ്യാർഡിൻ്റെ ഭാഗങ്ങൾ. ഹോട്ടലുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഭാഗങ്ങളിലോട്ടൊക്കെ വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പോഴത്തേ ഇവിടെ നിന്നാണ് പാലം പോകുന്നത്. ആ ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. കപ്പലുകളൊക്കെ കിടക്കുന്നത് കാണാം. അപ്പം ശരി കുഞ്ഞി, പോവാം.
അങ്ങനെ ചേറായി ബീച്ചിലെ അസ്തമയത്തിന് മുമ്പായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിറച്ച ആളാണ്. എന്തോ എവിടെ നോക്കിയാലും ആൾ തന്നെ. ആൾക്കൂട്ടത്തിനിടയിൽ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിയെ കുഞ്ഞിത് ചിരിച്ചോണ്ടിരിപ്പുണ്ട്. സുന്ദരിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ഹോട്ടലുകാർ, ദ ടേബിൾ എന്നുള്ള ഹോട്ടലുകാർ ഞങ്ങളെ വിളിച്ച് അവിടെ എനിക്കും കുഞ്ഞിക്കും ഫുഡൊക്കെ തന്ന്. അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതുണ്ടോ ബീച്ച് ഇങ്ങനെ അങ്ങ് അകലം വരെ കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര ആളാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണേ ഇത് കണ്ടോ, കുഞ്ഞിപ്പെണ്ണ് സുന്ദരിയായിട്ട് കാറ്റൊക്കെ അടിച്ച് സുന്ദരിയായിട്ട് കിടക്കുകയാണ്. കിടന്നോ ഫോട്ടോ എടുക്കാനല്ല, കിടന്നോ. അപ്പത്തെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിലൊക്കെ ആൾക്കാർ ധാരാളം കുളിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വിസിലടിയും ബഹളമൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ചേറായി ബീച്ചിൽ. വലിയ ആഴമുള്ള ബീച്ചല്ല, നമുക്ക് കൂടുതൽ ദൂരം ഇറങ്ങിപ്പോകാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാർ അകത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നത്, കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം. അതുകൊണ്ട് അപകടരഹിതമായിട്ടുള്ളൊരു ബീച്ചാണ് ചേറായി ബീച്ച്. ചേറായി അല്ല, ചെറായി ബീച്ച്. ഇത് അങ്ങറ്റം മുതൽ ആളുകളാണ് കേട്ടോ, കിലോമീറ്ററുകൾ ആളുകളാണ്. നമുക്ക് മൊത്തത്തിൽ നടക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ സാഹചര്യം മോശമാണ്, അതുകൊണ്ടാണ് നടക്കാത്തത്. ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ. അങ്ങറ്റത്താണ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. സൂര്യൻ ഇതാ കടലിലേക്ക് താഴുകയാണ്. തൊട്ടു തൊട്ടില്ല മട്ടി. സൂര്യോദയം മൂന്നാറിലായിരുന്നെങ്കിൽ സൂര്യാസ്തമയം ചെറായിലാണ്. നമ്മൾ കൊളുക്കുമലയിലൊക്കെ നിന്ന് സൂര്യോദയമൊക്കെ കണ്ടതാണ്. അപ്പോൾ ആലപ്പുഴയിലെ സൂര്യാസ്തമയം കണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ധകാരനഴിയിലെ സൂര്യാസ്തമയം കണ്ടു, കോവളത്തെ സൂര്യാസ്തമയം കണ്ടു. അങ്ങനെ ഇപ്പോൾ ചെറായി ബീച്ചിലെയും സൂര്യാസ്തമയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണേ, നീ സൂര്യാസ്തമയം കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇത് കണ്ടോ സൂര്യൻ അസ്തമിക്കുന്നത്? കടലിലേക്ക് ഇറങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. കടും ചുമല കളറിലേക്ക് മാറുകയാണ്. ഓറഞ്ച് മാറി കടും ചുമലയിലേക്ക് വന്ന് താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് പുള്ളി. കടലിലോട്ട് താഴുന്ന കാഴ്ചയാണ് കാണുന്നത്. തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഞ്ഞി ഇങ്ങനെ സൂചിച്ച് കിടക്കുകയാണ്. കുഞ്ഞി പാർക്കല്ല, ചൂടുണ്ടോടി? അങ്ങനെ ചെറായി ബീച്ചിലെ സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി എവിടെയെങ്കിലും കിടക്കാനുള്ള സൗകര്യമൊക്കെ കണ്ടുപിടിക്കണം. തൊട്ട് പുറകിൽ പോലീസ് സ്റ്റേഷനാണ്. നമുക്ക് എവിടെയെങ്കിലും കിടക്കാം, കുഴപ്പമില്ല. പോലീസ് വന്നാലും കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അവന് പറ്റിക്കുട്ടീനെ വേണം, ബൗവിനെ വേണം. ഇതാരാ? കുഞ്ഞാവ. ഞാൻ്റെ കുഞ്ഞാവ വന്നിരിക്കുന്നു എന്നെ കാണാൻ. കുഞ്ഞാവനെ വിളിച്ച് കുഞ്ഞാവനെ നോക്കിക്ക്, പാവല്ലേ. ഇതുണ്ട് കുഞ്ഞിനെ കാണാൻ വന്ന കുഞ്ഞാവനെ കണ്ടോ? കുഞ്ഞിനെ കാണാൻ വന്ന കുഞ്ഞാവ അവളിങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ സൂര്യൻ ഇതാ കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം സൂര്യൻ കടലിലേക്ക് മുങ്ങുന്നതാണ്. പകുതിയും മുങ്ങി, ഇനി ഒരു പകുതിയും കൂടിയേ ഉള്ളൂ. അത് ഒരു 2 മിനിറ്റിനകം താഴും. ഇതാ കഴിഞ്ഞു, ഞാൻ പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യൻ നിൽക്കുകയാണ്.
അങ്ങനെ അതാ സൂര്യൻ അവസാനത്തെ ലുക്കും വിട്ടിട്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അസ്തമയം പൂർണ്ണമാകാൻ പോവുകയാണ്. ഇറങ്ങിയോ? ഇറങ്ങി വന്നേ ആടി. പതിയെ ഇറങ്ങി പോര്. ഓ ഭയങ്കര എക്സസൈസ്. അന്നേരം ഇറങ്ങി വരാൻ പറയുമ്പോഴത്തേന് എക്സസൈസ് ചെയ്യുന്ന ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇറങ്ങി വാ, ഞാൻ പോവാ. വാ ചാടി വാ. ഓടല് വാ. ഞാൻ പിടിക്കേ. ഓടി വാ. വാ. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടന്ന് തകർക്കുക. വാ വാ. പതിയെ പോക്കോ. പതിയെ പോ. വലിച്ചോണ്ട് ഓടാതെ പതിയെ നടക്ക്. ഓടാതെ അവിടെ നിക്ക്. അവിടെ നില്ലേ. ഏത് കാറില്? അവിടെ ഇരിക്കും. കുഞ്ഞി വലിച്ചോണ്ട് പോവല്ലെന്ന് പറഞ്ഞില്ലേ? ഇതുണ്ടോ, അവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വാ പോയിട്ട് വരാം. വാ. എടുക്കണോ നിന്നെ എടുക്കണോ? എന്നാ നിക്കറ് വലിച്ചു കീറാവ്. എന്നതാ നിനക്ക് എന്നാ? വാ ഇങ്ങോട്ട് വാ. ഇപ്പുറത്ത് വാ. ഇവിടെ വാ. ഓടി. വാ. നടന്നോ. വാ ഇങ്ങോട്ട് വാ. ബീച്ച് ഫെസ്റ്റിവൽ പ്രമാണിച്ച് ഇവിടെ മുഴുവൻ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ബീച്ചിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞു ചെമ്മാനമായി കിടക്കുന്ന കടലാണ് കാണുന്നത്. പോലീസുകാർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ആൾക്കാർക്ക് ഫോട്ടോഷൂട്ട് നടത്തേണ്ട സ്ഥലത്താണ് പോലീസുകാർ റെസ്റ്റ് ചെയ്യുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഗാർഡുകളുടെ വിസിലടി നമുക്ക് കേൾക്കാൻ പറ്റും. മറ്റൊന്നുമല്ല, ആളുകൾ അകത്തോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരെ കണ്ടെത്താൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് അവർ നിന്ന് വിസിലടിക്കുന്നത്. എല്ലാവരെയും കയറ്റുവാണ്. അസ്തമയം കഴിഞ്ഞാൽ പിന്നെ കടലിലോട്ട് ഇറങ്ങുന്നത് അവരനുവദിക്കില്ല. അതവിടെയെല്ലാം അപകട മേഖലയുടെ സിഗ്നൽ ലൈറ്റുകൾ മിന്നുന്നത് കാണാം. പട്ടം വിൽക്കുന്ന ആളുകളാണ് കൂടുതൽ.
ഇപ്പോൾ വാക്ക് വേയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഇതൊക്കെ കേൾപ്പിച്ചായിരുന്നു. ഇനിയിപ്പോൾ പരിപാടി ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ചെറായി ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിയെ ഞാൻ അങ്ങ് ലാസ്റ്റ് കൂടിൻ്റെ അകത്താക്കി ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത്രയും റഷുള്ളതുകൊണ്ട് ഇതിലെ കൊണ്ടു നടക്കാൻ പാടുണ്ട്. മരങ്ങളൊക്കെ ഓറഞ്ച് കളറിലും നീല കളറിലും ഒക്കെ തിളങ്ങി നിൽക്കുകയാണ്. പരിപാടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇതുവരെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഇല്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. സ്റ്റേജും LED വാളും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയണം. Audio Jungle.